നിങ്ങൾക്കറിയാം ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്ന മുകേഷ് ആണ്. നിങ്ങൾ ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുകേഷ് എന്ന ഒരു ആക്ടറും ഇപ്പോൾ അച്ഛനെതിരെ മത്സരിക്കുന്നത് എങ്ങനെ കാണുന്നു? മത്സരത്തിന് നമ്മൾ മത്സരമായി കാണണം. ഒരു നടനായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഒരു സിനിമയിൽ മുകേഷ് സാറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുപരി ഞാനൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ കണ്ട് ചിരിച്ച് ഒരുപാട് സ്ക്രീനിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നടനാണ്. അപ്പം നടൻ എന്നത് വേറെ. ഇവിടെ എനിക്ക് തോന്നുന്നു മുകേഷ് സാർ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പം അത് അവർ തമ്മിലുള്ള മത്സരം. ഏറ്റവും നല്ല ആള് ജയിക്കട്ടെ. ഈ വോട്ട് ചോദിച്ച് കുടുംബമായി കൊല്ലത്തേക്ക് എത്തിയിരിക്കുകയാണ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജിയുടെ കുടുംബം. അപ്പോൾ കൃഷ്ണകുമാർജി നമ്മളോട് സ്ഥിരമായി സംസാരിക്കാറുള്ളതാണ്. ഇപ്പോൾ കുടുംബം നമുക്കറിയാം വളരെ സുപരിചിതരായ ആളുകളാണ്. അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി ഇപ്പോൾ ഇത് 3-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. 3-ാമത്തെ 4-ാമത്തെ ദിവസം വരുന്നു. എങ്ങനെയുണ്ട് ഒരു വർക്ക്? ഇനി കാര്യം കഷ്ടിച്ചൊരു 10 ദിവസത്തിൽ താഴെ. ഇതുവരെയുള്ള വർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. കിച്ചുവിന് വളരെയധികം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഈവൻ നിങ്ങൾ വരെ മീഡിയ വരെ നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നുണ്ട്. സാധാരണ എനിക്ക് തോന്നുന്നു സാധാരണ ഇതുപോലെ ഇലക്ഷൻ നിൽക്കുന്ന ആൾക്കാർ കിട്ടുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കവറേജ് കൊടുക്കുന്നുണ്ടോ എനിക്കുന്നൊരു സംശയം. പല സ്ഥലങ്ങളിലും ഒരുമിച്ച് പോയതാണ്. എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ? കാര്യം സ്ത്രീ വോട്ടർമാരാണ് ഇവിടെയും സ്വാഭാവികമായിട്ടും കൂടുതലുള്ളത്. പോകുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊല്ലത്തുകാർ പിന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ടെന്നുള്ള തോട്ട് നമുക്ക് പിന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ കിട്ടുന്ന അവിടെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ആ നാട്ടിലുള്ളവർ തന്നെയല്ലേ. അപ്പം ഇവിടെ വരുമ്പോൾ ആൾക്കാരെ കാണിക്കുമ്പോൾ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ. വളരെ പോസിറ്റീവ്. ഏതോ വീടുകളിലൊക്കെ വണ്ടി പോയപ്പോൾ ഇങ്ങനെ ഓടിയൊക്കെ വരുന്ന കണ്ടു കുറേ ലേഡീസ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ലൈക്ക് വളരെ സപ്പോർട്ടീവായിട്ട് ആൾക്കാർ വരുന്നു, പ്രതികരിക്കുന്നു. ഈ പകല് പ്രചരണമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസം മനസ്സിലാക്കണം ആകെ എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും വരിക. എങ്ങനെയാ ഒരു ബാക്കപ്പ് കൊടുക്കുക? കിച്ചുവിനൂടെ ബാക്കപ്പ് ഇവിടെ കിച്ചുവിനൂടെ കൂടെ സന്തോഷം സന്ദീപൊക്കെയാണ് മെയിൻ ബാക്കപ്പ് കൊടുക്കുക. ഞങ്ങൾ ഫോണിലൂടെ എന്തായി കിച്ചു എന്നൊക്കെയാണ് കൂടുതൽ ഞങ്ങളുടെ ഉള്ളപ്പോഴേ. ഇന്നലേക്ക് വന്നപ്പോൾ വളരെ വളരെ എക്സോസ്റ്റഡ് ആണ് ആള്, വളരെ ടയർഡാണ്. പക്ഷെ പുള്ളി എന്നാലും ഭയങ്കര സ്പിരിറ്റ് ഭയങ്കരമാണ്. നിങ്ങളായിട്ട് പ്രഷർ ഒന്നും കൊടുക്കാറില്ല? ഒരു പ്രഷറും കൊടുക്കാറില്ല. ഓക്കെ. അപ്പോ നടിയാണ്, അഹാന മൂത്ത മകളാണ്. എങ്ങനെയുണ്ട് അച്ഛന്റെ പ്രചാരണമൊക്കെ കണ്ടിട്ട്? കാര്യം നിങ്ങൾ വേറൊരു ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. അച്ഛന്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ തോന്നുന്നു? ഒരുപാട് സന്തോഷം കാണും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നായിരുന്നു അച്ഛൻ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ വരുന്നത്. അപ്പം അത് കഴിഞ്ഞിപ്പോ എത്ര വർഷമായി? അന്ന് കഴിഞ്ഞിട്ട് 3 years ആയി. അപ്പം 3 വർഷം, ഈ 3 വർഷം അന്ന് അച്ഛൻ ഇലക്ഷന് ജയിച്ചില്ലായിരുന്നെങ്കിലും ഈ കഴിഞ്ഞ 3 വർഷത്തിൽ ഹി വാസ് വെരി ആക്റ്റീവ്. ഇപ്പം ട്രിവാൻഡ്രത്ത് ഈഞ്ചിക്കലിൽ ഒരു ഫ്ലൈ ഓവറിന്റെ ഒരു പ്രപ്പോസൽ കൊടുത്തതാവട്ടെ, എപ്പോഴും കോൺസ്റ്റന്റ്ലി അച്ഛൻ അവിടുത്തെ പ്രശ്നങ്ങൾ എന്ത് എന്ന് നോക്കി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആസ് എ പൊളിറ്റീഷ്യൻ ഐ തിങ്ക് ഹി ഈസ് മച്ച് മോർ എക്സ്പീരിയൻസ്ഡ്. അപ്പൊ 3 വർഷം കൃഷ്ണകുമാറിൽ എന്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്? ആര്, നമ്മളോ പൊളിറ്റിക്സോ? അങ്ങനെ ഇപ്പൊ പൊളിറ്റിക്സിൽ ഒരാൾ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഏറ്റവും ഇപ്പം അഭിനയിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളായാണ് അവിടെ അഭിനയിക്കുന്നത്. പക്ഷെ പൊളിറ്റിക്സിൽ അവരായാണല്ലോ വന്ന് നിൽക്കുന്നത്. അവരുടെ ഒരു ഉദ്ദേശശുദ്ധിയിലാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അച്ഛന് വളരെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടെന്ന് തോന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫീൽഡിൽ കൂടുതൽ നിൽക്കുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അച്ഛൻ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ അവിടെ കൂടി നടന്നായിരിക്കും പോകുന്നത്. അച്ഛൻ അവിടെ നോക്കി ഇവിടെ എന്താണ് പ്രശ്നം, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നാൽ നല്ലതായിരിക്കും എന്ന ഒരു പെർസ്പെക്റ്റീവ് സ്വാഭാവികം. സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിട്ടുണ്ട്. സീസൺഡ് പൊളിറ്റീഷ്യനൊക്കെ ആവാൻ ഒരുപാട് വർഷങ്ങൾ എടുക്കും. സീസൺഡ് പൊളിറ്റീഷ്യൻ ആകാനുള്ള ഒരു ഭാഗ്യം അച്ഛന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഐ ബിലീവ് ഹി ഹാസ് ദ കേപ്പബിലിറ്റീസ് ടു ബിക്കം എ സീസൺഡ് പൊളിറ്റീഷ്യൻ. ഇനി നിങ്ങൾക്കറിയാം ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്ന മുകേഷ് ആണ്. നിങ്ങൾ ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുകേഷ് എന്ന ഒരു ആക്ടറും ഇപ്പോൾ അച്ഛനെതിരെ മത്സരിക്കുന്നത് എങ്ങനെ കാണുന്നു? മത്സരത്തിന് നമ്മൾ മത്സരമായി കാണണം. ഒരു നടനായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഒരു സിനിമയിൽ മുകേഷ് സാറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുപരി ഞാനൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ കണ്ട് ചിരിച്ച് ഒരുപാട് സ്ക്രീനിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നടനാണ്. അപ്പം നടൻ എന്നത് വേറെ. ഇവിടെ എനിക്ക് തോന്നുന്നു മുകേഷ് സാർ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പം അത് അവർ തമ്മിലുള്ള മത്സരം. ഏറ്റവും നല്ല ആള് ജയിക്കട്ടെ.